ഇത് തീർത്ഥാടന കേന്ദ്രത്തിലെ അരളിക്കയിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ ആ ഡയറക്ഷനിലിരിക്കുകയാണ്. എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ഈശോയെ അത് പ്യുവറായിട്ട് വൈറ്റാണ്. ഓസ്തിയുടെ കളറ് നിങ്ങൾക്കറിയാം, ഇങ്ങനെയല്ല. പക്ഷെ ഞാനത് തുടർന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ രീതിയിലുള്ള കളറിലാണ് കാണാൻ കഴിഞ്ഞത്. ദൈവിക സാന്നിധ്യമാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. രാവിലെയൊക്കെ നമ്മളൊക്കെ ഈ ഓൺലൈൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നത് ദൈവത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതായിരിക്കും. കാരണം ഓൺലൈനിൽ കൂടെയൊക്കെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഈശോയെ ആരാധിക്കാൻ പറ്റുന്ന, ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാൻ പറ്റുന്ന രാവിലെ തന്നെ. ഇവിടെ ഇപ്പം 7-8 അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന കണക്ക് പോളുണ്ട് എന്നുള്ള 6:30 കുർബാന കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് കയറി അപ്പം അരളിക്ക കണ്ടപ്പം ഇതാ എൻ്റെ നാഥൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഈശോയെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, അങ്ങയുടെ കൂടെ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഈശോയുടെ കൂടെ ഇരിക്കാനുള്ളത്, അപ്പോൾ തന്നെ ഈശോയും അത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. ഈ അരളിക്കയാണ് എൻ്റെ കണ്ണിന് ഏറ്റവും ആനന്ദം. ഞാനിവിടെ നിങ്ങൾക്കറിയാം, നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരിയും നേച്ചറിൻ്റെ ഫ്ലവേഴ്സും അതും തടാകങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ബിഗ് ലേക്കാണ് ഒക്കെ. നിങ്ങളെ വെള്ളം എനിക്കിഷ്ടമാണ്, നീന്തുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ കടലിഷ്ടമാണ്, കഴുത്തൂടെ നടക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ സൺസെറ്റ് ഇഷ്ടമാണ്. അതൊക്കെ കുറേ എൻ്റെ വീഡിയോയിലും ഷോർട്സിൽ കാണാൻ പറ്റും. പൂക്കൾ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കണ്ണിന് ഏറ്റവും ആനന്ദം തരുന്ന, ഞാൻ ഈശോ കേട്ടിട്ട് തന്നെയല്ലേ പറഞ്ഞത്, ഏറ്റവും ആനന്ദം തരുന്നത് ഈ വെള്ള കളറിലുള്ള ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഈശോയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെ ഈശോയോട് ചേർന്നിരിക്കുന്ന നിമിഷം, ഈ ഓൺലൈനിൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന, പള്ളിയിൽ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ദിവസം പോലും ആരാധന എഴുന്നള്ളിച്ച് വെക്കാറില്ല ഇപ്പോൾ. നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച, 1-ാം വെള്ളിയാഴ്ച മാത്രം 45 മിനിറ്റത്തേക്ക് 5:15 തൊട്ട് 6-ന്റെ കുർബാന വരെ വെച്ച് ആരാധിക്കുന്നുണ്ടായി. ഇപ്പം ഈ അച്ഛൻ വന്നേ പിന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ യൂറോപ്പിൽ. ഞാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഇടയ്ക്കെങ്ങാണ്ട് ഏതാണ്ട് ഒരു കാര്യം മിഡ് നൈറ്റിൽ അവർ വെക്കും. മിഡ് നൈറ്റ് മീൻസ് 9 മണി കഴിഞ്ഞിട്ട്. 9 മണി കഴിഞ്ഞ് ഇവിടെ ആര് വരാനാണ് എന്നെ കൊണ്ടുപോകാനായിട്ട്? 9-ന് പോകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോഴൊക്കെ റോഡിൽ ആൾ കാണും. തിരിച്ച് വരുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പം ഇവിടെ എനിക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പാർക്കിൽ കൂടെയൊക്കെയാണ് പോരുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടെയാണ് ഉണ്ടെങ്കിൽ തന്നെ. വല്ലപ്പോഴുമൊക്കെ വെക്കാറുണ്ടെന്ന് ഞാൻ അവരുടെ ഇതിൽ കാണാറുണ്ട്. എന്താണ് പറയുന്നത്, പള്ളിയിൽ നടക്കുന്ന നോട്ടീസ് ഉണ്ടല്ലോ അതിൽ. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ സത്യം പറയുകയാണ്, അങ്ങനെ മാറി. ഇന്നലെ രാത്രി ഞങ്ങൾ വെറും 7 പേരേ ഉള്ളൂ മിഡ് നൈറ്റ് പ്രയറിൽ. എന്തായിരുന്നു പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാൾക്ക് ആദ്യമായിട്ട് അന്യഭാഷ ലഭിച്ചു. ഒരാൾക്ക് ആദ്യമായിട്ട് ഒരു ധ്യാനേന്ദ്രം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, ആദ്യമായിട്ട് കയ്യിൽ കരം തോന്നി എന്ന് പറയുന്നു. അത് ആത്മാവിൻ്റെ സ്പർശനമാണ്. തരിപ്പ് പോലെ ഉണ്ടായി എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, എല്ലാവരും അതൊക്കെ പറഞ്ഞു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒരാൾ അന്യഭാഷയിൽ നിറഞ്ഞു. അന്യഭാഷ എന്താണെന്ന് അറിയാത്ത മാതിരിയുള്ളൊരു വ്യക്തിയാണ്. അവർ പ്രാർത്ഥനയിലുണ്ട്, കൗൺസിലിങ്ങിന് വിളിച്ചതാണ്. അപ്പം അത്രമാത്രം അഭിഷേകത്താൽ നിറഞ്ഞു. അപ്പം ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് അരളിക്ക എവിടെയെങ്കിലും ഉള്ളത്, മെയിൻലി പോളുണ്ടെന്ന് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ അവിടെയൊന്നുള്ളത് നമ്മൾ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് ഞങ്ങളുടെ 1 മണിക്കൂർ, അത് തിരുമണിക്കൂറെന്നാണ് ഞാൻ പറയുന്നത്. അത്ര അഭിഷേകം പ്രാപിച്ചു. എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. ചുമ്മാതെ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചിറക്കി അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഈശോ അങ്ങോട്ട് നിറയ്ക്കുക. എന്താണ് ഈ അരളിക്ക? അതാണ് നമ്മുടെ ശക്തി, അതാണ് എൻ്റെ പ്രത്യാശ, അതാണ് എൻ്റെ മുഴുവനും ജീവനും. ഞാനിത് പറയുമ്പം വെറുതെ അല്ലെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെയും പലരുടെയും മനസ്സിൽ അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം ഈശോൻ്റെ കൂടെ. രാവിലത്തെ എനിക്കിപ്പോൾ മോർണിംഗ് ആണ്, ഞാനൊരു കടുങ്കാപ്പി പോലും കുടിക്കില്ല ഞാൻ. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് കാപ്പി കുടിക്കും. എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്, ഓസ്തി ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് കാണുന്നതാണ് ഇഷ്ടം.
നിങ്ങൾ വിചാരിക്കും എന്താണ് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പറഞ്ഞാലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഈശോയ്ക്ക് എന്നെ അറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ്, ആത്മാക്കൾക്ക് വേണ്ടിയാണ്, ഒരാത്മാവിനെങ്കിലും തൊടാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മാവിൽ ചലനമുണ്ടാകാൻ വേണ്ടിയാണ്, ഈശോ സ്നേഹിക്കാൻ വേണ്ടിയാണ്, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതെന്നെ ഒരു സാഹസം പ്രവർത്തിക്കാനിടയാക്കി. ഞാൻ അതിനൊരു ചാലഞ്ച് അല്ല, ഒരു റിസ്ക് ഹയസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് വന്നത്. ഞാൻ ആ ഓസ്തി ഭക്ഷിക്കാതെ എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വായിൽ ഭക്ഷിക്കാതെ ഇരുന്ന് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ ദേശത്ത് ഓസ്തി കള്ളിയിൽ നിന്ന് എനിക്കൊരു പെർമനൻ്റായിട്ട് ഞാൻ മരിക്കുന്നവരെ ഒരു പേര് വീണാനും. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് പറ്റില്ല, നീ ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് നിന്നെ കാണണം, എപ്പോഴും നിൻ്റെ അടുത്തിരിക്കണം എന്നും പറഞ്ഞ് അന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോ എനിക്ക് ഇച്ചിരി പ്രാന്തുണ്ടെന്ന് പലരും പറയാറുണ്ടായിരിക്കും, ഇച്ചിരി കൂടിയ വസ്തു. അപ്പോൾ ഞാൻ ഈശോനെ കൊണ്ടുവന്നു ഇവിടെ വെച്ച് 8 വർഷത്തോളം ആ തിരുവോസ്തി. അന്ന് വൈകുന്നേരം ഞങ്ങളുടെ പ്രായക്കുറിപ്പുള്ള ഒരാൾ പറഞ്ഞു 6 മാസം കഴിഞ്ഞാൽ തിരുവോസ്തി പൊടിഞ്ഞു പോകും, അതായത് അങ്ങനെ ഓസ്തി ഇരിക്കില്ല എന്ന്, പൊടിഞ്ഞു പോകുന്നോ അങ്ങനെ ദ്രവിച്ചു പോകുന്നതുകൊണ്ട് പറഞ്ഞു. 8 വർഷം ഞാനത് ഭക്ഷിക്കുമ്പോൾ ഒടിയാണ് ചെയ്തത്, അല്ലാണ്ട് വായിൽ അലിയല്ല ചെയ്തത്. ആ ഫ്രഷ്നെസ് അപ്പോൾ തന്നെ അത് ജീവനുള്ള ഓസ്തി തന്നെ ആയിരുന്നെന്ന് എനിക്കും ബോധ്യം കിട്ടിയല്ലോ. മക്കളെ, നിങ്ങൾ ഇച്ചിരി ഒരു എന്നെ കേൾക്കുന്ന ആൾക്കാർ 15 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു അരളിക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ നിന്നെങ്കിലും എടുത്ത്, ഇഷ്ടം പോലെ കിട്ടും. ലൈവ് എന്നും പറഞ്ഞ് അഡോറേഷൻ ലൈവ് എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ കിട്ടും. നിങ്ങളുടെ ഇന്ത്യയിലാകെ എവിടെയാണ്, നിങ്ങളൊന്ന് കാണണം, ആരാധിക്കണം, ദൈവത്തോടൊന്ന് ചേർന്നിരുന്നിട്ട് ഈശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ എന്നൊന്ന് പറയണം. ഇങ്ങനെ സ്വർഗം വിട്ടിറങ്ങി നമുക്ക് വേണ്ടി വന്ന് ഇവിടെ ഇങ്ങനെ അരളിക്കാൽ ഇരിക്കുമ്പം കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ വേണേ അവിടെ ഇരുന്നോ, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ നമുക്ക് പറഞ്ഞ് പോകാൻ പറ്റുമോ? ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പം മാത്രം, അല്ലെങ്കിൽ പള്ളിയിൽ അരളിക്ക് എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ മാത്രം ആരാധിച്ചാൽ പോരാ കേട്ടോ. നിങ്ങൾ അല്ലാത്തപ്പോഴും ആരാധിക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് നേരുന്നു. പിന്നെ ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ കയറുക, കാണുക. ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഈ സമയത്ത് കഴുത്തിന് ഇടത്ത് സൈഡിൽ ഞരമ്പിനാണോ കഴുത്തിനാണോ വേദനയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് സന്ദേശം തരുന്നു. അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് അത് ഉപകരിക്കും. നിങ്ങളങ്ങനെ ദൈവത്തിനൊരു സാക്ഷിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വേദന ഇടത്ത് സൈഡ് മാറ്റിത്തരുക.